നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിനം. ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൈമാറാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിൽ SBI ഇന്ന് മറുപടി നൽകും. നമ്പറുകൾ പുറത്തു വന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താനാകും. ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ച SBIയുടെ അപേക്ഷ തള്ളിയ കോടതി അന്ത്യശാസനം കൊടുത്തതോടെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ, ഓരോ ബോണ്ടിന്റെയും യൂണിറ്റ് നമ്പർ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാൻ SBIയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും പുറത്തു വന്നു. പക്ഷേ ബോണ്ടുകളുടെ നമ്പർ SBI കൈമാറിയില്ല. ഇത് മനസ്സിലാക്കിയ സുപ്രീം കോടതി ബോണ്ടുകളുടെ നമ്പർ സമർപ്പിക്കാൻ SBIക്ക് വീണ്ടും നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ 5 കമ്പനികളുടെ പട്ടികയിൽ 3 അന്വേഷണം നേരിടുന്നതിന്റെ തെളിവുകൾ നേരത്തെ വന്നിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നിരവധി നിർമ്മാണ കമ്പനികളും ബോണ്ടുകൾ വാങ്ങി. 11 നിർമ്മാണ കമ്പനികൾ ചേർന്ന് വാങ്ങിയത് 506 കോടിയുടെ ബോണ്ടാണ്. ഇതിൽ ചെന്നൈ ഗ്രീൻവുഡ്സ്, YSR, കോൺഗ്രസ് MP അയോധ്യ രാമറെഡ്ഡിയുമായി ബന്ധമുള്ള മധ്യപ്രദേശ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് വാങ്ങിയത് 111 കോടിയുടെ ബോണ്ടാണ്. ആദായ നികുതി വകുപ്പ് റെയ്ഡ് കഴിഞ്ഞ് 5 മാസത്തിനുള്ളിലായിരുന്നു 2 കമ്പനികളുടെയും നീക്കം. സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം 115 കോടിയുടെ ബോണ്ട് വാങ്ങിയത് 2022 ഒക്ടോബറിലാണ്. CBI ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് 2022 ജൂലൈയിലാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു.